നമ്മുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെങ്കിലും അത് ചെയ്യരുത് എന്നുള്ളത് നമ്മുടെ RO ആയിട്ടുള്ള സബ് കളക്ടറെ പോയിട്ട് ഞാനും KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാബുരാജ് ഞങ്ങൾ തമ്മിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ പോയി കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ BLOമാരെ നിയമിക്കുന്നതിൽ സ്ലിപ്പ് കൊടുക്കുന്നതിനൊക്കെ BLOമാരെ നിയമിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അത് യോജിക്കുന്നില്ല എന്ന തരത്തിലാണ് നിങ്ങളൊക്കെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിന് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. MLA തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് അതുപോലെ ജില്ലാ കളക്ടർക്ക് നിങ്ങൾ QDFന്റെ പെരിന്തൽമണ്ണ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ സബ് കളക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പക്ഷം സുതാര്യമാവില്ല എന്ന് തന്നെയാണോ കുടുംബശ്രീ പ്രവർത്തകർ BLOമാരായാലും? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന്റെ കൈപ്പുസ്തകം വിതരണം ചെയ്യുക, അതുപോലെ സ്ലിപ്പ് വിതരണം ചെയ്യുക എന്നൊക്കെ പറയുന്ന പണിക്ക് കുടുംബശ്രീയിലെ ആളുകളെ നിയമിക്കുക, അത് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വളരെ വിചിത്രമായി തോന്നി അത് കണ്ടപ്പോൾ. അത് വാസ്തവത്തിൽ കുടുംബശ്രീയില് UDFകാരുണ്ട്, അതുപോലെ തന്നെ LDFകാരുണ്ട്. വളരെ സജീവമായി ഏതെങ്കിലും ഒരു പാർട്ടിയിലോ മുന്നണിയിലോ പ്രവർത്തിക്കാത്തവരായിട്ട് കുടുംബശ്രീയിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഈ സ്ലിപ്പ് കൊടുക്കലും അതുപോലെ വളരെ മർമ്മപ്രധാനമായി BLO ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ടുന്ന പണികൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതിൽ വെള്ളം ചേർക്കപ്പെടും, അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. താല്പര്യമില്ലാത്ത പഞ്ചായത്തുകളിൽ, താല്പര്യമില്ലാത്ത മേഖലകളിൽ തൽക്കാലം സ്ലിപ്പ് കൊടുക്കുന്നത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ തന്നെ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതിന് സമാനമായ ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പരാതിപ്പെട്ടത്. അതായത് കുടുംബശ്രീയിലെ CDS, ADS, അയൽക്കൂട്ട മെമ്പർമാർ എന്നൊക്കെ പറയുന്നത് പച്ചക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അവർക്ക് അഫിനിറ്റി ഇല്ലാത്തത് ഉണ്ടാവില്ല. അവരെ ഈ കൈപ്പുസ്തകവും അതുപോലെ തന്നെ സ്ലിപ്പും, കൈപ്പുസ്തകമൊക്കെ പോട്ടെ നോക്കാം, സ്ലിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്ലിപ്പിന്റെ വിതരണം അത്തരം ആളുകളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് പാടില്ലാത്തതായിരുന്നു. അത് തിരുത്തണം. അത് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെങ്കിലും അത് ചെയ്യരുത് എന്നുള്ളത് നമ്മുടെ RO ആയിട്ടുള്ള സബ് കളക്ടറെ പോയിട്ട് ഞാനും KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാബുരാജ് ഞങ്ങൾ തമ്മിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ പോയി കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. MLAയും അതേപോലെ, അതായത് നമ്മുടെ UDFന്റെ കാൻഡിഡേറ്റ് നജീബ് സാഹിബും അത്തരം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഈ പരാതിക്ക് അടിസ്ഥാനമായി അവര് നടപടി എടുക്കാമെന്ന് വല്ല ഉറപ്പും കൊടുക്കുന്നുണ്ട്? അവര് പറഞ്ഞു, അതില് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തപ്പോ പറയുന്നതിൽ കാര്യമുണ്ട്, ന്യായമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ രീതിയിലാണ് അവർ പ്രതികരിച്ചത്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കമന്റിനെ കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ എന്താണെങ്കിലും അത് എക്സാമിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്നുള്ളത് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയിൽ വന്നാൽ തന്നെ അവര് ഇനിയിപ്പോ ഇതന്നെയാണ് നടപ്പിലാക്കുന്നതെങ്കിലും ഒന്ന് ജാഗ്രതയോടുകൂടി ആ രംഗത്തെ വീക്ഷിക്കാൻ ചിലപ്പോൾ ഞങ്ങളുടെ ഒരു നിവേദനവും റെപ്രസെന്റേഷനും ഉപകാരപ്രദമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തായാലും അവര് പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്, പ്രാധാന്യമുള്ളതാണ്. ഇത്തരം ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമല്ലേ. അപ്പൊ അതില് സ്ലിപ്പ് കൊടുക്കുന്ന കാര്യത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത്. അപ്പോൾ കുടുംബശ്രീയിലെ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പോൾ പാർട്ടി തലത്തിലെങ്ങാനായി പോയാലോ എന്നതാണ് ആശങ്ക. ഇതിൽ ആശങ്ക പ്രധാനമാണ്. സുതാര്യമായിട്ട് ആവട്ടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അതൊരിക്കലും മറ്റുള്ളവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലാവരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ, ഇവർ നിവേദനം കൊടുത്തിട്ടുള്ള അധികാരികൾ ഉൾപ്പെടെ, MLA നിവേദനം കൊടുത്തിട്ടുള്ള അയച്ചിട്ടുള്ള അധികാരികൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിക്കാമല്ലോ, പ്രതീക്ഷ അസ്ഥാനത്താവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.